അശ്വിൻ ഗണേഷിന്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറികളിൽ ആശങ്ക പങ്കുവച്ച് നെറ്റിസൺസ്. മാനസികമായി തകർന്ന നിലയിലാണ് അശ്വിനെന്ന് തോന്നുന്നുവെന്നും ഭാര്യ ദിയ കൃഷ്ണയുമായി പ്രശ്നങ്ങളുണ്ടായോ എന്നും ചോദ്യങ്ങൾ വരുന്നു. പങ്കാളി മനസ്സിലാക്കാത്തതിനെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വീഡിയോകളാണ് അശ്വിൻ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ പങ്കുവച്ചത്. ഒരു പുരുഷന്റെ ക്ഷമ പരീക്ഷിച്ച് പ്രതികരിക്കുമ്പോൾ വിക്ടിം കളിക്കരുത്. പരിധി വിട്ട് സംസാരിച്ച ശേഷം അവൻ സ്വരം മാറ്റുമ്പോൾ ഞെട്ടരുത്. ക്ഷമയ്ക്ക് പരിധിയുണ്ട്. പരിധിക്കപ്പുറത്തേക്ക് അവനെ തള്ളിവിടുമ്പോൾ നീ ഇതുവരെ കാണാത്ത അവൻ്റെ മുഖം കാണും. അവൻ ദുഷ്ടനായതുകൊണ്ടല്ല, നിന്റെ മനോഭാവം കൊണ്ടാണ്. ബഹുമാനമില്ലായ്മയാണ് എപ്പോഴും ട്രിഗർ ചെയ്യുക. ബഹുമാനം ഒരു പുരുഷന് ഓക്സിജനാണ്. വഴക്കിടാം, അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാം, അത് മനുഷ്യ സഹജമാണ്. പക്ഷേ നാണം കെടുത്തുകയും വളരെ മോശമായി സംസാരിക്കുകയും പവർ ഗെയിം കളിക്കുകയും അവനെ ചെറുതാക്കുകയും ചെയ്യുന്നത് അവനെ പ്രകോപിപ്പിക്കലാണെന്നും പറയുന്ന സ്റ്റോറിയാണ് അശ്വിൻ ഗണേഷ് പങ്കുവച്ചത്. ഇത്തരത്തിൽ ഒന്നിലേറെ വീഡിയോകൾ അശ്വിൻ ഗണേഷ് പങ്കുവച്ചിട്ടുണ്ട്. അശ്വിൻ അത്രയും സഹികെട്ടുകൊണ്ടായിരിക്കും സോഷ്യൽ മീഡിയയിലൂടെ നീരസം പ്രകടിപ്പിച്ചതെന്ന് നെറ്റിസൺസ് പറയുന്നു. അശ്വിനെ ദിയ ഒട്ടും ബഹുമാനിക്കാറില്ലെന്ന് നാളുകളായി ദിയയുടെ ആരാധകർ തന്നെ പറയുന്നുണ്ട്. സാമ്പത്തികമായി ദിയയേക്കാൾ പിന്നിലാണ് അശ്വിൻ. ദിയ എപ്പോഴും അശ്വിനെ ഇടിച്ച് താഴ്ത്തി സംസാരിക്കുന്നു എന്നാണ് നെറ്റിസൺസിൻ്റെ വിമർശനം. അശ്വിനുമായുള്ള റിലേഷൻഷിപ്പിൽ താൻ ബോസിയാണെന്ന് ദിയ തന്നെ തുറന്നു സമ്മതിക്കാറുണ്ട്. അശ്വിൻ്റെ മാനസിക നില വ്യക്തമാക്കുന്നതാണ് പങ്കുവച്ച മറ്റൊരു സ്റ്റോറി. പുരുഷൻ പൊട്ടിത്തെറിക്കുന്നതുവരെ അവൻ്റെ മാനസിക നില ആരും പരിഗണിക്കുന്നില്ലെന്നാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത്. ജോലിഭാരവും ദിയയുടെ ബഹുമാനമില്ലായ്മയുമല്ല അശ്വിനെ ഏറെ ബാധിക്കുന്നുണ്ടാകാം എന്നും റെഡിറ്റ് യൂസേഴ്സ് പറയുന്നു. നേരത്തെ ദിയയുടെ വീട്ടിൽ അശ്വിന് പരിഗണന ലഭിക്കുന്നില്ലെന്നും അഭിപ്രായങ്ങൾ വന്നിരുന്നു. കുഞ്ഞിൻ്റെ മുഖച്ഛായ അച്ഛനെ പോലെയാണെന്ന് പറയുമ്പോൾ ദിയയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ലെന്നും കുഞ്ഞ് തന്നെപ്പോലെയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നെന്നും നേരത്തെ കമൻറ്റുകൾ വന്നിരുന്നു. സോഷ്യൽ മീഡിയയിൽ തൻ്റെ ജീവിതം അധികം തുറന്നു കാണിക്കേണ്ട എന്ന തീരുമാനത്തിലാണ് ദിയ. കുഞ്ഞിനെ വളർത്തുന്നതിൽ പോരായ്മയുണ്ടെന്ന് പറഞ്ഞ് നിരവധി ഉപദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നതോടെയാണ് തീരുമാനം. അശ്വിൻ ഗണേഷിനെ സിന്ധു കൃഷ്ണ അപമാനിച്ചു എന്ന ആരോപണം നേരത്തെ വന്നിരുന്നു. ഒരു ദിവസം ദിയ കൃഷ്ണ വീട്ടിൽ ചിക്കൻ കറി പാചകം ചെയ്തു. ചിക്കൻ കാൽ തികയാതെ വന്നപ്പോൾ മൂത്ത കുട്ടിക്ക് ചിക്കൻ കാൽ വേണ്ടെന്ന് അശ്വിനെ ഉദ്ദേശിച്ച് സിന്ധു കൃഷ്ണ പറഞ്ഞു. അശ്വിൻ കറി വിളമ്പിത്തരാൻ കാത്തു നിൽക്കവേ സിന്ധു കൃഷ്ണ കറി വിളമ്പി സ്വയം കഴിക്കുകയും ചെയ്തു. ഇതാണ് വ്യൂവേഴ്സിന് ഇഷ്ടപ്പെടാതിരുന്നത്. എന്നാൽ ഈ വിവാദം സിന്ധു കൃഷ്ണയോ അശ്വിനോ ദിയയോ കാര്യമാക്കിയില്ല.